ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഹോസ്റ്റലിലും പി ജിയിലും ഒക്കെ നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഹെയർ കെയർ വീഡിയോസ് പറഞ്ഞുതരും, ടിപ്പ് പറഞ്ഞുതരും. പിന്നെ അതേപോലെ തന്നെ ക്ലോറിൻ വാട്ടർ ആണ്. സോ ക്ലോറിൻ വാട്ടറിനെ ഒന്ന് ക്ലോറിൻ കണ്ടന്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ക്ലോറിൻ വാട്ടറിൽ ഒന്ന് ആ ക്ലോറിൻ കണ്ടന്റ് കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പറഞ്ഞു തരാൻ പോകുന്ന ടിപ്പ് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് എത്രത്തോളം വർക്ക് ആവുമെന്ന് അറിയില്ല, പക്ഷെ പി ജിയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പം കുളിക്കാൻ തല കഴുകാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന്റെ തലേ ദിവസമേ നമ്മൾ ഹെയർ വാഷിനുള്ള വെള്ളം ഒരു ബക്കറ്റിൽ പിടിച്ച് മാറ്റി വെക്കാം. സോ അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഈ ക്ലോറിൻ കണ്ടന്റ് സെറ്റിൽ ഡൗൺ ചെയ്യുമെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ തലേന്നാണോ കുളിക്കുന്ന അതിന്റെ തലേ ദിവസം നിങ്ങൾ വെള്ളം പിടിച്ചു വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസം ആ വെള്ളം യൂസ് ചെയ്യുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തല കഴുകാൻ ഉപയോഗിക്കുന്ന ഈ ക്ലോറിൻ വാട്ടർ നിങ്ങൾ ബോയിൽ ചെയ്യുക, ചൂടാക്കി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒക്കെ തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അത് ആറിയിട്ട് നിങ്ങൾ തല കഴുകാനായിട്ട് യൂസ് ചെയ്യാം. സോ ഇതും നമ്മുടെ ക്ലോറിൻ കണ്ടന്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം, അതായത് നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളമാണ് തല കഴുകാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നിങ്ങൾ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നാരങ്ങ സ്കാൽപ്പിന് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യാൻ നിൽക്കേണ്ടായത്, അല്ലാത്തവർക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സോ നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ ഒരു ബക്കറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം നിങ്ങൾക്ക് തല കഴുകാനായിട്ട് യൂസ് ചെയ്യാം. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ സൈഡർ വിനിഗർ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടറിൽ, അതായത് ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ 4 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനിഗർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തല കഴുകാനായിട്ട് ആ വെള്ളം യൂസ് ചെയ്യും. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിലേക്ക് ഒന്ന് പുറത്ത് ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ കണ്ണിൽ ഉപയോഗിക്കേണ്ട. പിന്നെ ഞാൻ പറഞ്ഞ എമൗണ്ടിനെക്കാട്ട് എക്സസ് എമൗണ്ട് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം ആപ്പിൾ സൈഡർ വിനിഗർ യൂസ് ചെയ്യുക. എല്ലാവർക്കും ആപ്പിൾ സൈഡർ വിനിഗർ സ്കാൽപ്പിന് പറ്റിക്കൊള്ളണമെന്നില്ല. സോ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ എമൗണ്ട് യൂസ് ചെയ്യുക. ഒരു ബക്കറ്റ് വെള്ളത്തിന് 4 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനിഗർ എന്നുള്ള കണക്കിന് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഇത് ഓവർ യൂസ് ചെയ്യാതിരിക്കുക, കാരണം നിങ്ങളുടെ മുടി ചിലപ്പോൾ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് ആപ്പിൾ സൈഡർ വിനിഗർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ ഒരു എമൗണ്ടിലൊക്കെ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ നല്ല ഡ്രൈ ആണ് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഡ്രൈ ഹെയർ ആക്കാനുള്ള ചാൻസ് കൂടുതലാണ് ആപ്പിൾ സൈഡർ വിനിഗർ. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ക്ലോറിൻ വാട്ടറിലെ ക്ലോറിൻ കണ്ടന്റ് കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ. അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.